Hello, my dear ones. Here we are again with the next chapter from the textbook again, English for Undergraduates. Take page number 155, 155. There you can see the chapter Reading News Reports. ന്യൂസ് റിപ്പോർട്ട്സ് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂസ് റിപ്പോർട്ട്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കാം എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. A news report is a piece of writing about a topic of general interest or a popular subject, either in print or digital form. സോ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറൽ ഇൻട്രസ്റ്റ് കൺവേ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോപ്പുലർ സബ്ജക്റ്റ് കൺവേ ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അത് ഒന്നുകിൽ പ്രിന്റ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലായിരിക്കും, അല്ലെ നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ ആയിരിക്കും. It may be published in a newspaper, a magazine, or on the internet, and may deal with a variety of subjects such as politics, sports, business, social issues, environment, science, etc. സോ ഒന്നുകിൽ അല്ലെ എന്താവാം, ഒരു ന്യൂസ് പേപ്പറിലാവാം, അല്ലെങ്കിൽ മാഗസീനിലാവാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിലാവാം, അല്ലെ ഈ ഒരു ന്യൂസ് വരുന്നത്. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെ ഹാൻഡിൽ ചെയ്യുമെന്ന് ന്യൂസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. A news report can be written for the purpose of making the general public aware of a certain event or incident in the country or abroad. സോ ഒരു രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ എന്ത് ചെയ്യാം, കാര്യങ്ങളെ പറ്റി ആളുകളെ ബോധവാന്മാരാക്കാനായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. It can also be written for the purpose of presenting an analysis, voicing one's opinion on issues, publishing the result of a research endeavor, inviting various perspectives and encouraging debate on certain topics, etc. സോ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേറെയും വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അല്ല ഒരു അനാലിസിസ് പ്രസന്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായ പ്രകടനമായിരിക്കാം ന്യൂസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു റിസർച്ചിന്റെ ആ ഒരു പരിശ്രമങ്ങൾ അതിന്റെ റിസൾട്ടും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് വേരിയസ് പെർസ്പെക്റ്റീവ്സ് ആളുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഡിബേറ്റിലോട്ട് അവരെ വിളിക്കുന്ന ന്യൂസ് റിപ്പോർട്ട് ആയിരിക്കാം. അങ്ങനെ പല ടോപ്പിക് ഉണ്ടാവാം. A news report may contain data and statistics of various kinds, polls, expert opinion, photographs, reactions, reviews, and interviews to present an issue holistically. So എന്താ പറയുന്നത്, ഒരു ന്യൂസ് റിപ്പോർട്ട്സ് ഒരുപാട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കാം. റിവ്യൂസ് ഇന്റർവ്യൂസ്, അങ്ങനെ ആളുകളെ വ്യത്യസ്തമായ തലത്തിൽ ഫോട്ടോഗ്രാഫിലൂടെ ആകർഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ആ ഒരു ന്യൂസിലേക്ക് ആളുകളെ എന്ത് ചെയ്യാം, ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കൂടി. Now look at the news report given below. Kochi's public library set to get a facelift. അങ്ങനെയല്ലേ ആ ഒരു ന്യൂസ് പീസ് ഓഫ് ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിക്കുക നിങ്ങൾ. അങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പേജിലെ പേജ് നമ്പർ 156 നമ്മൾ ഈ ഒരു ന്യൂസ് പീസ് ഓഫ് ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, എന്തൊക്കെയാണ് ഒരു പീസ് ഓഫ് ന്യൂസിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ എന്തൊക്കെയാണ് പാർട്സ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട്. As you read the new report, pay attention to the language used as well as how it has been organized. So as you read the report, നിങ്ങൾ റിപ്പോർട്ട് വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ഭാഷ അവരുടെ ന്യൂസ് റിപ്പോർട്ടുകാരുടെ ഭാഷ ഏത് രീതിയിലാണെന്ന് നോക്കുക. പിന്നെ അത് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. അതിന്റെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്നും നോക്കുക. Let's now take a look at the different sections of the article which will help us understand it better. Now താഴെ കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ എടുത്തു പറയാം ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ടിൽ ഉള്ളത്. ഫസ്റ്റ് ആയിട്ട് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്താണ്,
The most visible part of any news report is the headline. അല്ല നമ്മൾ ആദ്യത്തെ ഹെഡിങ് ഉണ്ടല്ലോ അത് തന്നെയാണ് എന്ത് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. So headlines are written with the intention of making the reader take note and want to read the article. സോ അല്ലെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും പെട്ടെന്നല്ല ഒരാളെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻ ആയിരിക്കും, ഒരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈൻ ആയിരിക്കും. The headline of the above article is Kochi's Public Library set to get a facelift. It conveys the main point of the article in a concise manner. So വളരെ ചുരുക്കിയിട്ടുള്ളതായിരിക്കണം ഹെഡ്ലൈൻ എന്ന് പറയുന്നത് അല്ലെ, ബട്ട് അതേസമയം ക്യാച്ചിയും ആയിരിക്കണം, ആളുകളിലേക്ക് അല്ലെ വേഗത്തിൽ എത്തുന്നതായിരിക്കണം. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ബൈലൈൻ ആണ്. ബൈലൈൻ എന്ന് പറയുന്നത് എന്താ? The author of an article is usually identified in the byline. So byline എന്ന് പറഞ്ഞാൽ അല്ലെ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം അല്ലെ പറയുന്ന ലൈനാണ്. അതായത് നമ്മൾ പറയില്ലേ ആളുടെ പേര് റിപ്പോർട്ടിന്റെ താഴെ അല്ലെ ആളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും, അതാണ് ഈ ബൈലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Bylines are traditionally placed between the headline and the main text of the article. സോ ട്രഡീഷണലി അല്ലെ ഹെഡ്ലൈനിന് താഴെ ആർട്ടിക്കിളിന്റെ തുടക്കത്തിന് മുമ്പ് അല്ലാണ് എന്തുണ്ടാവുക ബൈലൈൻ കൊടുത്തിട്ടുണ്ടാവുക. Here the name of the reporter who wrote the article has been given and hence the byline is by Bipin Raju. So by അല്ലെ ബൈലൈൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് by whom അല്ലെ written by whom എന്നുള്ളതാണ്. Sometimes the name of the reporter is not provided. ചില സമയത്തല്ലേ നെയിം ഓഫ് ദ റിപ്പോർട്ടർ കൊടുക്കാറില്ല അല്ലെ, അതായത് എന്തെങ്കിലും ഒരു അല്ലെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പീസ് ഓഫ് ന്യൂസ് ആണെങ്കിൽ അല്ലേ ആളുടെ പേര് കൊടുക്കില്ല. In such cases, the byline might be printed as by a staff reporter or by a correspondent. സോ അങ്ങനെയുള്ള അവസരത്തിൽ അല്ലെ ഒരു സ്റ്റാഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടന്റ് എന്നുള്ള രീതിയിൽ അല്ലെ കൊടുക്കും. The byline is usually accompanied by details such as the date on which the report is published and the place of publication, which in this case are 26th June 2015 and Ernakulam respectively. ഏതാണ് ഡേറ്റ് അല്ലെ പിന്നെ പ്ലേസ് കൂടി അവിടെ പറയും. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത് ലീഡ് പാരഗ്രാഫ്. So lead paragraph എന്ന് പറഞ്ഞാൽ എന്താ? This is the first paragraph of the news report which alludes the dates upon the who, what, when, where, why and how. So ആ ഒരു ന്യൂസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ആര് എന്ത് എങ്ങനെ എപ്പോൾ എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പാരഗ്രാഫാണ് എന്ത് ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. So lead paragraph immediately captures the attention of the reader and provides the focal point of the story. So ആ ഒരു സ്റ്റോറിയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരുന്നതാണ് ലീഡ് പാരഗ്രാഫ്. For example, in this report നമ്മൾ മേലെ പറഞ്ഞ റിപ്പോർട്ടിൽ the lead paragraph starts with a description of the Ernakulam Public Library and posits before the reader that it is the oldest library in Kerala to pick their interest. സോ അല്ല അവരുടെ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാണ് ആളുകളോട് പറയാണ് അല്ല കേരളത്തിലെ ഓൾഡസ്റ്റ് ലൈബ്രറി ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അല്ലെ ലീഡ് പാരഗ്രാഫ് എന്ത് ചെയ്യും ഹെഡ്ലൈൻ കഴിഞ്ഞ ശേഷം അല്ലെ ആളുകളുടെ ഇൻട്രസ്റ്റ് ഒന്നുകൂടി അല്ല ആ ഒരു വാർത്ത മുഴുവനായും വായിക്കാനായിട്ട് അല്ല അവരെ ഇൻട്രസ്റ്റ് കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് ബോഡി, അതായത് മെയിൻ ബോഡി. This part takes off from the lead paragraph and elaborates upon the issue in focus by providing details, opinions of well-known people and other data or statistics that substantiate the reportage. So, ആ ഒരു റിപ്പോർട്ടാജിന്റെ എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളല്ലേ ആ ഒരു ലീഡ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ബോഡി തുടങ്ങി എന്ന് പറയാം. സോ അതിന്റെ കൂടെ അല്ലെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരഗ്രാഫാണ് എന്ത് ബോഡി എന്ന് പറയുന്നത്. അവിടെ അല്ലെ എന്തെങ്കിലും ഒരു വിക്ടിമിന്റെ വേർഡ്സ് കൊടുക്കാം അല്ലെ കാഴ്ചക്കാരുടെ അഭിപ്രായം ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. In the report provided here, the body comprises particulars about the planned extension of the library, improvements in the facilities provided, enhance the accessibility and the expenditure to be incurred for the entire renovation process.
സോ ഇവിടെ അല്ലേ ലൈബ്രറീന്റെ കാര്യം പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അല്ലെ ഫെസിലിറ്റീസ്, എത്ര ചെലവാണല്ലേ വരാൻ, ചെലവ് എത്രയൊക്കെ വരും അല്ലെ ലൈബ്രറി പുതുക്കി പണിയുമ്പോൾ, പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ എൻ്റെ റിനോവേഷൻ അല്ല ആ ഒരു പുതുക്കി പണിയലിന് എത്ര പൈസ ചെലവായി എന്നുള്ള കാര്യമൊക്കെ പറയാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തുണ്ടാവാം, ചിലപ്പോൾ കൊട്ടേഷൻ ഉണ്ടാവാം ഒരു ന്യൂസ് റിപ്പോർട്ടിൽ. എല്ലാ ന്യൂസ് റിപ്പോർട്ടിലും കൊട്ടേഷൻ ഉണ്ടാവണമെന്നില്ല. So reports often contain quotes from people with whom the correspondent interacts to gather information to write the reports. So റിപ്പോർട്ട് അല്ലെ ആരുടെ അടുത്ത് നിന്നാണ് കിട്ടിയത് അല്ലെ അയാളുടെ വേർഡ്സ് കൊട്ടേഷൻ ചെയ്ത് അല്ലെ പറയാമെന്നുള്ളതാണ്. And the presence of quotations make the report more authentic and personal. നമ്മളല്ലേ എപ്പോഴും പറയാറുണ്ട് എക്സാം എഴുതുമ്പോൾ അല്ലെ സാഹിത്യമൊക്കെ ആകുമ്പോൾ എപ്പോഴും കൊട്ടേഷൻ വെക്കണം എന്ന് പറയും അല്ലെ, കാരണം ആ ഒരു ഒതന്റിസിറ്റി അല്ലെ അതിലൂടെയാണ് വരുന്നത്. They help bring a report to life. So quotation എന്ത് ചെയ്യും, ഒരു റിപ്പോർട്ടിന് അല്ലെ ജീവൻ പകരും എന്നുള്ളതാണ്. ഒരാൾ അല്ലെ നമ്മളോട് നേരിട്ട് വന്ന് പറയുന്ന പോലെ നമുക്കൊരു ഫീൽ വരും. The reporter introduces the readers to the people who are being quoted, along with the designations and area of expertise. So reporter എന്ത് ചെയ്യാണ് അല്ല ഒരു ആളെ പറ്റി പറയുന്നു, അയാളുടെ അല്ലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. Quotations can be direct or indirect. So quotation direct ആവാം അല്ലെങ്കിൽ indirect ആവാം. അല്ലെ direct ആണെങ്കിൽ നമ്മൾ എന്ത് കാണും, അവിടെ അല്ലെ quotation മാർക്ക് ഉണ്ടാവും. The above report contains quotations from two people: the chief consultant architect who is overseeing the renovation effort and the chief librarian of the Ernakulam Public Library who says how the library will benefit from the planned extension. So നേരത്തെ പറഞ്ഞ അല്ല ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്തുണ്ട്, രണ്ടാൾക്കാരെ കോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ ഒരു ലൈബ്രറിയുടെ ആർക്കിടെക്റ്റിനെയാണ് അല്ല, പിന്നെ ഒന്ന് ചീഫ് ലൈബ്രറിയനാണ്. So this will be much needed shot in the arm for us as we have been അല്ലെ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, അതവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. Both of them are closely associated with the news being reported, therefore the comments are valuable. So ന്യൂസിനെ അല്ലെ ഏറ്റവും യോജിക്കുന്ന ആളുടെ കൊട്ടേഷൻ ആണ് ചേർക്കുക അല്ലെ. സോ ഈ ഒരു പീസ് ഓഫ് ന്യൂസ് അല്ലെ ലൈബ്രറിൻ്റെത് യോജിക്കുന്നത് ലൈബ്രറിയൻ ആണ്. പിന്നെ ലൈബ്രറി പുതുക്കി പണിത ആർക്കിടെക്റ്റിന്റെ അല്ലെ കാര്യമൊക്കെ പറയും. ഇനി ഒരു പീസ് ഓഫ് ന്യൂസ് അല്ലെ എന്ത് ചെയ്യും, കൺക്ലൂഡ് ചെയ്യും. This part includes the news report of summarizing the points discussed or by presenting the reporter's objective taken on the central issue. So ഈ ഒരു കൺക്ലൂഷൻ പാർട്ടില് അല്ലെ അതുവരെ പറഞ്ഞത് ഒന്ന് കൺക്ലൂഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അല്ലെ മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ വേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തെങ്കിലും അല്ലെ എന്തൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ അവിടെ പറയും. The conclusion can also expand upon the way forward and raise a few points that readers can think about. So ആളുകളെ അല്ലെ ഒന്ന് ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പോയിന്റ് അവിടെ പറയുമെന്നുള്ളതാണ്. For example, in this news report, the reporter informs the readers of the schedule that the renovation of the library will follow and the time it is likely to take to reopen. So ആ ഒരു ലൈബ്രറി എപ്പോൾ റീഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ അവിടെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുകയാണ്. This is to provide a time frame to the readers so that they can look forward to the reopening of the library. So reopening അല്ലെ എപ്പോൾ ചെയ്യും എന്നുള്ളതൊക്കെ ഏകദേശം അല്ലെ വായനക്കാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് നമ്പർ 1 എന്താണ്, read the news report given below and answer the questions that follow. ആ ഒരു ന്യൂസ് റിപ്പോർട്ട് വായിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഇതൊന്നും എക്സാമിന് വരുന്ന കാര്യങ്ങളല്ല. സോ യു പ്ലീസ് ജസ്റ്റ് റീഡ് ദ ന്യൂസ് റിപ്പോർട്ട് ആൻഡ് കം അപ്പ് വിത്ത് യുവർ ഓൺ ആൻസേഴ്സ്. In page number 158 you can see a second task. എന്താ പറയുന്നത്, collect a few news reports and identify the various parts of a report that have been discussed in this chapter.
സോ കുറച്ച് ന്യൂസ് അല്ലെ പീസസ് ഓഫ് ന്യൂസ് റിപ്പോർട്ട് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അതിന്റെ വേരിയസ് പാർട്സ് കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ പറഞ്ഞ പാർട്സ് ഒക്കെ അല്ലെ പീസസ് ഓഫ് നിങ്ങൾക്ക് കിട്ടിയ പീസ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇതാണ് സെക്കൻഡ് ടാസ്ക്. With this, we finish the chapter reading news reports. In the next class, we will meet again with a new chapter.